തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കന്യാകുമാരിയിൽ വൈകിട്ട് 3-ന് മഹാദാനപുരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും. അഗസ്തീശ്വരം വിവേകാനന്ദ ആർട്സ് കോളേജ് മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനം സുരക്ഷാ കാരണങ്ങളാൽ റദ്ദാക്കി. കന്യാകുമാരി ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ടി.വി.കെ മത്സരിക്കുന്നത്. വിജയുടെ റാലി കണക്കിലെടുത്ത് പ്രദേശത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അഷിൻ ഡിയേഗോ കന്യാകുമാരിയിൽ നിന്ന് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഷിൻ, വളരെ ആവേശോജ്വലമായ ഒരു റോഡ് ഷോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കന്യാകുമാരി. അതിനൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. ആളുകൾ, പ്രവർത്തകർ, വിജയുടെ ആരാധകർ എല്ലാം നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് അഷിൻ. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കന്യാകുമാരി ജില്ലയിലാകെ 6 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നിൽ, അതായത് നാഗർകോവിൽ നിയമസഭാ മണ്ഡലത്തിലാണ് ഞാനുള്ളത്. ഈ മഹാദാനപുരത്താണ് ഇന്ന് 3 മണിയോടുകൂടി നടൻ വിജയുടെ ഈ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മഹാദാനപുരത്ത് ജംഗ്ഷനിൽ നിന്നും ഇവിടെ നിന്നും നേരെ 0 പോയിന്റിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ നീളുന്നതാണ് ഈ ഒരു റോഡ് ഷോ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ റോഡിന് ഇരുവശത്തും അതുപോലെ തന്നെ റോഡിന് കുറുകിലുമായി നമുക്ക് ഈ ആരാധകരെയും അതുപോലെ തന്നെ ടി.വി.കെ പ്രവർത്തകരെയും കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതാണ്ട് 3000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല വിജയുടെ സ്വകാര്യ ബൗൺസേഴ്സ് 100 പേരടക്കം ഇവിടേക്കുണ്ട്. മാത്രമല്ല ടി.വി.കെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരുടെ വോളണ്ടിയർമാരുമായി തിരിച്ചിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഭാഗത്ത് മുഴുവനായി തന്നെ ഉള്ളത് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവരൊക്കെ രാവിലെ മുതൽ വന്ന് ഇവിടെ വിജയെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിജയുടെ ആ ഒരു റോഡ് ഷോ കാണുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടിയ ജനമാണ് ഇവിടെയുള്ളത്. വിജയ് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിജയ് ഈ നാട്ടുകാരെ, ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന വിജയുടെ പ്രത്യേകം ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബസ്സിന് മുകളിൽ നിന്ന് ഈ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് താഴെ നിന്നുകൊണ്ടായിരിക്കും വിജയ് ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിലെയും തന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബസ് ഇവിടെ നിന്നും ഇതിന് മുകളിൽ നിന്ന് തന്നെ വിജയ് ഈ റോഡ് ഷോ, ഈ നേരെ കാണുന്ന റോഡ് മാർഗം 3.5 കിലോമീറ്റർ ഈ ഒരു പ്രവർത്തകരെ, ഈ റോഡിന് ഇരുവശത്തുമായി നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് ആ 0 പോയിന്റിലെത്തി അവിടെ നിന്നും വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനു മുൻപ്, ഇത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്നും വിജയ് ഈ ആരാധകരോട് സംസാരിക്കും. അവരെ അഭിവാദ്യം ചെയ്ത ശേഷമായിരിക്കും ഇവിടെ നിന്നും റോഡ് ഷോ തുടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം. ഓരോ തവണയും ഈ വിജയുടെ റോഡ് ഷോയെ സംബന്ധിച്ച് അപകട വാർത്തകൾ പതിവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ആളുകൾ ഈ മരത്തിലും അതുപോലെ തന്നെ പോസ്റ്റിലും ഒക്കെ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റും അതുപോലെ തന്നെ ഇതെല്ലാം വിജയുടെ പൊതുസമ്മേളനം, റാലികൾ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ആരാധകരുടെ ഒരു തടിച്ചുകൂടലുണ്ടാകും. വലിയ അപകടങ്ങളിലേക്ക് പലപ്പോഴും കരൂർ ദുരന്തം പോലെയുള്ള വലിയ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വലുതും ചെറുതുമായ മറ്റ് അപകടങ്ങളും പലപ്പോഴും രേഖപ്പെടുത്തിയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ ഏത് തരത്തിലാണ്? അവിടെ മെഗാ റോഡ് ഷോയാണ് നടക്കാൻ പോകുന്നത്. തീർച്ചയായും കന്യാകുമാരിയിൽ ഒരു മെഗാ റോഡ് ഷോ തന്നെയാണ് വിജയ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തൊട്ടടുത്ത് തന്നെ വിവേകാനന്ദ കോളേജിൽ ഒരു പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ ക്ലിയറൻസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ആളുകളെ ഈ റോഡ് ഷോയിൽ കണ്ട് അവരോട് സംസാരിച്ച് അഭിവാദ്യം ചെയ്ത് അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാനാണ് നിലവിലിപ്പോൾ വിജയും സംഘവും തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയാണ് ഇവിടെ ഈ ഒരു റാലിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ മേഖലയിൽ കനത്ത ചൂടാണ്. രാവിലെ മുതൽ തന്നെ ഈ കൊടും വെയിലിൽ ഈ ആരാധകർ 9 മണി മുതൽ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന ആരാധകരാണ്. ഈ കാണുന്നതെല്ലാം ഇവർക്ക് കുടിവെള്ളമടക്കം സൗകര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പോലീസിന്റെ ഏതാണ്ട് 3000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഈ ഒരു റോഡ് ഷോയ്ക്ക് മാത്രമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ മറുഭാഗത്ത് കാണുന്നത് വിജയുടെ സ്വകാര്യ സെക്യൂരിറ്റിയാണ്. ഈ വിജയുടെ സ്വകാര്യ സെക്യൂരിറ്റി ബൗൺസേഴ്സ് അടക്കം ഏതാണ്ട് 100-ഓളം പേർ അധിക ചുമതലപ്പെടുത്തി ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ വോളണ്ടിയർ, ടി.വി.കെ വോളണ്ടിയർമാർ തന്നെ 1000-ഓളം പേർ വരുന്ന വോളണ്ടിയർമാർ ഇവരുടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നാനാഭാഗത്തായി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വിജയ് ഈ കാണുന്ന ബസ്സിന് മുകളിൽ നിന്ന് ഈ ആരാധക വൃന്ദത്തെ നോക്കി അദ്ദേഹം ഈ ഓരോ ഇവിടെ ഉള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ തന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ കനത്ത സുരക്ഷയാണ്. നേരത്തെ ഈ ഭാഗത്തു നിന്നും ഈ 0 പോയിന്റിലേക്ക് വാഹനങ്ങൾ ബാരിക്കേഡ് വെച്ച് അടയ്ക്കാൻ നേരത്തെ
അനുമതി ലഭിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ വലിയ തരത്തിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതോടുകൂടിയാണ് ഇവിടെ ഈ ആളുകളെ തടയുന്നതിന് വേണ്ടി വാഹനങ്ങൾ തടയാൻ വേണ്ടി ഈ ഒരു ബാരിക്കേഡ് കിട്ടാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ പൊതുസമ്മേളനം നടക്കാത്തതിനെതിരെ വലിയൊരു വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. നേരത്തെ ഈ വിജയുടെ എതിരാളികൾ അത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ എടുക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോലി പോലെയാണ് വിജയ് ഇത്തരത്തിൽ ഒരു റാലി നടത്തുന്നു, പിന്നീട് ആ റാലി അടുത്ത ദിവസം റാലി നടത്തുന്നില്ല. ഇതങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വിജയ്ക്ക് പേടിയാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ മറുഭാഗത്ത് വിജയ്ക്കെതിരെ ഈ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു റോഡ് ഷോയാണ് നിലവിലിപ്പോൾ ഈ കന്യാകുമാരിയിലെ ഈ ഒരു മഹാദാനപുരത്ത് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുകയും ചെയ്യും. നേരത്തെ TVKയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ ഒരുക്കങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു. മാത്രമല്ല ഈ 6 സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തി. സ്ഥാനാർത്ഥികളും പിന്നീട് വിജയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തൂത്തുക്കുടിയിലെ വിമാനത്താവളത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിജയ് ഈ കാണുന്ന പ്രത്യേക ബസ്സിൽ റോഡ് ഷോ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കാണുന്നതിന് വേണ്ടി വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ്ട് ഈ 3000-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇവിടെ നിന്നും നമുക്ക് പുറകുവശത്തേക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ റോഡ് മുഴുവനായി ഈ ബാരിക്കേഡുകൾ മറികടന്ന് ആരാധകർ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഈ പോലീസുകാർക്ക് തടയാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കൃത്യമായ ഇടവേളകളിൽ പറയുന്നുണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം, ആരും ബാരിക്കേഡുകൾക്ക് ഇപ്പുറത്തേക്ക് വരരുത് എന്നതടക്കമുള്ള ഇത് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രവർത്തകർ പക്ഷേ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഇവരെ പലയിടങ്ങളിലും റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ തന്നെ വിജയ് ഈ ഭാഗത്തേക്ക് വരികയും റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായി തന്നെ ഈ കാണുന്ന പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ബസ്സിൽ വെച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ആര്യ. ഓക്കെ, അശ്വിൻ ഡിയേഗോ ആണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ് വിജയ്. വൈകിട്ട് 3-നാണ് മഹാദാനപുരത്ത് മെഗാ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രവർത്തകരുടെയും ആരാധകരുടെയും ഒക്കെ ഒരു വലിയ കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്വാഭാവികമായും വിജയുടെ എല്ലാ പരിപാടികളിലും അത്തരത്തിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടാറുള്ളതാണ്. അതിനെ ക്രമീകരിക്കുന്ന തരത്തിലുള്ള വലിയ സന്നാഹങ്ങളും സുരക്ഷാ സന്നാഹങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.